ബംഗ്ലാദേശിൽ ചരിത്ര വിജയവുമായി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിലേക്ക് കേവല ഭൂരിപക്ഷമായി 151 മറികടന്നു. പാർട്ടി ചെയർമാൻ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായേക്കും. 28 സീറ്റുകളിൽ മാത്രമാണ് മുഖ്യ എതിരാളിയായ ജമാഅത്തെ ഇസ്ലാമിക്ക് ജയിക്കാനായത്. വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ച നാഷണൽ സിറ്റിസൺസ് പാർട്ടിയുടെ വോട്ടുകളാണ് നിർണായകമായത്. വിനീത വേണുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, ബംഗ്ലാദേശിലെ BNPയുടെ വളരെ നിർണായകമായ വിജയം അതിന് നമുക്ക് എങ്ങനെ വിലയിരുത്താം? BNPയുടെ ശക്തമായ തിരിച്ചുവരവാണ് ബംഗ്ലാദേശിൽ കാണുന്നത്. ഒരുപക്ഷെ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. തകർന്നടിഞ്ഞിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BNP 175 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു, ജയമുറപ്പിക്കുന്നു എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഏതാണ്ട് 30 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യാനാകുന്നത്. 151 എന്ന കേവല ഭൂരിപക്ഷം കടന്നിരിക്കുന്നു BNP എന്നതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1.5 പതിറ്റാണ്ടിന് ശേഷം ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലേക്ക് BNP തിരിച്ചു വരുന്നതിന്റെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ അത് വലിയ വിജയം കൂടിയാവുകയാണ്. നമുക്കറിയാം, ഷെയ്ഖ് ഹസീനയെ അധികാരഭ്രഷ്ടയാക്കിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അതിൽ BNP ഉണ്ടാക്കിയ മുന്നേറ്റം അത് ചരിത്രത്തിൽ നിർണായകമായി മാറുന്നു. BNPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും പാർട്ടി ചെയർമാനുമായ താരിഖ് റഹ്മാൻ മത്സരിച്ച 2 മണ്ഡലങ്ങളെയും ജയം സ്വന്തമാക്കിയിട്ടുണ്ട്. അന്തിമ ഫലവും അനുകൂലമായ താരിഖ് റഹ്മാൻ തന്നെയാകും പ്രധാനമന്ത്രി എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. നമുക്കറിയാവുന്നതുപോലെ പാർട്ടി സ്ഥാപകനും മുൻ പ്രസിഡന്റുമായ സിയാവുർ റഹ്മാന്റെയും അടുത്തിടെ അന്തരിച്ച 3 തവണ പ്രധാനമന്ത്രിയായ ഖാലിദ സിയുടെയും മകനാണ് താരിഖ് റഹ്മാൻ. ഈ ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ വേട്ടയാടലുകളെ തുടർന്ന് പ്രവാസ ജീവിതം നയിക്കുകയായിരുന്നു. ലണ്ടനിൽ ഏതാണ്ട് 17 വർഷത്തോളം താമസിച്ച ശേഷം കഴിഞ്ഞ ഡിസംബറിൽ ഷെയ്ഖ് ഹസീന ഭരണകൂടം താഴെ വീണതിന് ശേഷം കഴിഞ്ഞ ഡിസംബറിലാണ് താരിഖ് ബംഗ്ലാദേശിൽ തിരിച്ചെത്തിയതും. അതിനു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിക്കൊണ്ട് ഇപ്പോഴത്തെ അധികാരത്തിലെത്തുമ്പോൾ തീർച്ചയായും താരിഖ് തന്നെയാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1965 തന്നെ 65 ജനിച്ച താരിഖ് ചെറുപ്പം മുതൽ തന്നെ പിതാവ് കൊല്ലപ്പെട്ടതിന് ശേഷം BNPയിൽ അമ്മയോടൊപ്പം വളരെ സജീവമായിരുന്നു. ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലെ കിരീടാവകാശി എന്നാണ് ഒരു ഘട്ടത്തിൽ താരിഖിനെ വിശേഷിപ്പിക്കുകയും ചെയ്തത്. 1988 കൂടിയാണ് താരിഖ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. പിന്നീട് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നതിന് പിന്നാലെ അഴിമതിയും കൈക്കൂലിയും രാഷ്ട്രീയ അതിക്രമവും ഒക്കെയായി നിരവധി ആരോപണങ്ങൾ നേരിടുകയും പലതരത്തിലുള്ള കേസുകളിൽ പെടുകയും ചെയ്തിട്ടുണ്ട്. 2007 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് UK പോകുന്നത്. അങ്ങനെ സ്വയം പ്രവാസത്തിലായി. ഇപ്പോഴും 84 കേസുകളാണ് താരിഖിനെതിരെ നിലവിലുള്ളതെങ്കിലും ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാദിച്ചുകൊണ്ട് BNP രംഗത്തെത്തിയപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ബംഗ്ലാദേശ് ജനത ഏറ്റെടുത്തു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായകമായത് നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ താഴെയിറക്കുന്നതിൽ നിർണായകമായത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രക്ഷോഭമാണ്. അവർ നയിച്ച പ്രക്ഷോഭം അത് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ജെൻസി വോട്ടുകളെ സ്വാധീനിച്ചു എന്നതുകൂടിയാണ് നിർണായകം. നാഷണൽ സിറ്റിസൺ പാർട്ടി, ഈ വിദ്യാർത്ഥി സംഘടന പിന്നീട് രൂപീകരിച്ച നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ വോട്ടുകൾ നിർണായകമായി അതാണ് BNPക്ക് ഇത്രയധികം ക്ലീൻ സ്വൈപ്പ് നൽകിക്കൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നതിന് സഹായകമായത് എന്നത് വേണം വിലയിരുത്താൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ താരിഖ് റഹ്മാനും BNPയും ഒരു ഘട്ടത്തിലും ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ എന്താണ് നീക്കങ്ങൾ എന്നത് ഇന്ത്യ ജാഗ്രതയോടുകൂടി കാണുന്നു. പ്രത്യേകിച്ച് അതിർത്തി തർക്കം, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം, ഇന്ത്യക്കാർക്കെതിരായ അതിക്രമം, ഒപ്പം തീസ്ത നദീജല കരാർ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തന്നെയും താരിഖ് റഹ്മാന്റെയും BNPയുടെ നിലപാടുകൾ നിർണായകമാകും. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെയും നയതന്ത്ര ബന്ധങ്ങളെയും ഒക്കെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും ഒടുവിലത്തെ വിവരം കിട്ടുമ്പോൾ 175 സീറ്റുകളിൽ ലീഡ് ചെയ്തുകൊണ്ട് BNP അധികാരം പിടിക്കുകയാണ്. ശരി, 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് ബംഗ്ലാദേശിൽ BNPയുടെ ചരിത്ര വിജയം. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകുമെന്നാണ് വിവരം. വിനീത വേണുവാണ് വിശദമായ വിവരങ്ങൾ.